ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ഒരു സാലഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളത് കുക്കുംബറും ക്യാരറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സാലഡും കൂടിയാണ്. നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസിനൊക്കെ അടിപൊളി ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഇതാ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കുംബറും ക്യാരറ്റും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുക്കുംബറൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളതിന് തൊലിയൊന്നും കളയാതെയാണ് ഇത് പീൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പില്ലറുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പീൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ നല്ല കനം കുറഞ്ഞിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് റെഡിയാക്കണം. അപ്പോൾ ആദ്യം ഞാൻ തൊഴിൽ ഭാഗം ഒന്ന് പീൽ ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നീളത്തിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ക്യാരറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഏത് പില്ലർ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിലൊന്ന് പീൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്നും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. നല്ല പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അപ്പോൾ ഞാനവർ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ ഒട്ടും പുളിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പുളിയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും ഈ ഒരു സാലഡ് കഴിക്കുമ്പോൾ. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇതിൽ നിന്നും കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല കട്ട തൈര് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ നമ്മളത് റെഡിയാക്കിയ പിറ്റേ ദിവസം എടുക്കുമ്പോൾ വലിയ പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലത്തെ തൈരൊക്കെ വെച്ചെങ്കിൽ ഇതുപോലത്തെ സാലഡൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുളി കുറവുള്ള തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് ക്രഷ് ചെയ്ത കേട്ടോ, ഉണക്കമുളക് ക്രഷ് ചെയ്താൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വേറെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ഒരു ടീസ്പൂണൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ കുരുപെടാതെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു കുക്കുംബറും ഒരു ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചുള്ള തൈരും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് എക്സ്ട്രാ കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പിടിത് വെച്ചുള്ള ഒരു ക്യാരറ്റും കുക്കുംബറും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതാ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിൽ ഒരുപാട് ഐറ്റം ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു കുക്കുംബറും ക്യാരറ്റും വെച്ച് മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ തൈരൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും ബൈ.